ഇപ്പോൾ കൂടെയുള്ളത് സുഭാഷ് പയ്യാവൂർ എന്ന എഴുത്തുകാരനാണ്. പയ്യാവൂർ കാട്ടിക്കണ്ടം സ്വദേശിയാണ്, വെൽഡിംഗ് തൊഴിലാളിയാണ്. സുഭാഷ് എഴുതിയ ഒരു കഥ CBSE 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് പഠിക്കാനായി ചേർത്തിരിക്കുകയാണ്. PK ഗോപി, സന്തോഷ് ഏച്ചിക്കാനം, CP പള്ളിപ്പുറം തുടങ്ങിയ എഴുത്തുകാരുടെ നിരയിൽ കുരിപ്പുഴ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ പ്രശസ്തമായ രചനകൾ ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് സുഭാഷിന്റെ കഥയും കുട്ടികൾക്ക് പഠിക്കാനായി ചേർത്തിരിക്കുന്നത്. സുഭാഷിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സുഭാഷേ, നമസ്കാരം. ഈ സുഭാഷ് എഴുതിയ കഥ ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ചേർത്തിരിക്കുന്നു CBSEയുടെ മലയാളം പാഠപുസ്തകത്തിൽ. എന്താണ് അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്? വലിയ സന്തോഷമാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ വലിയ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇതിൽ ഈ പാഠപുസ്തകം ഞാൻ ഉൾപ്പെടുന്നത്, ഞാനൊരു വലിയ അറിയപ്പെടുന്ന എഴുത്തുകാരനൊന്നുമല്ല, എന്നാലും ഇതിലുള്ളിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സന്തോഷ് ഏച്ചിക്കാനം, M മുകുന്ദൻ, ഗോപി, അങ്ങനെയുള്ള ഒരുപാട് ഏറ്റവും പ്രഗത്ഭരായ മലയാളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാർക്കൊപ്പമാണ്. അങ്ങനെ അതിൽ ഒരു അവസരം എനിക്കും കിട്ടി. അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ്. എന്താണ് ഇതിലെ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്? എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ആൾക്കാരുടെ ഐക്യം, സ്നേഹം, സഹവർത്തിത്വം, ഇതൊക്കെ തന്നെയാണ് ആ കഥ അത് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒന്നിച്ച് ചേരുമ്പോൾ, ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വിജയം അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് എന്നാണ് ഈ കഥയിലൂടെയും പറഞ്ഞു വെക്കുന്നത്. സുഭാഷ് എത്ര കാലമായി കഥ എഴുതി തുടങ്ങിയിട്ട് സാഹിത്യത്തോട് താല്പര്യം വന്നു തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ താമസിച്ചത് മുന്നേ, ഇതിപ്പോൾ പയ്യാവൂരാണെങ്കിലും ഞാൻ പൂപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടുന്ന് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് പൂപ്പറമ്പിലെ വായനശാലയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും അങ്ങനെയാണ് വായനയിലോട്ട് വന്ന് വായന വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു അന്ന് നിന്നും. അപ്പോൾ അതിൽ വന്ന ശേഷമാണ് പിന്നെ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എഴുത്ത് ഒരു ഇഷ്ടമായിരുന്നു. അന്ന് പറ്റുന്ന പോലെയൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അന്ന് നമ്മളെ എഴുത്തിൻ്റെ ഒരു ഗൗരവമൊന്നും അറിയത്തില്ല. അപ്പോൾ എഴുതും, അയക്കും, തിരിച്ചു വരും. അതങ്ങനെ കാലങ്ങളായിട്ട് നീണ്ടു. ഒരു സമയത്ത് എഴുത്ത് നിർത്തി വെക്കാൻ പറ്റും, ഇത് നമുക്ക് പറ്റുന്നൊരു മേഖലയാണെന്ന് തോന്നില്ല എന്നൊക്കെ തോന്നിയൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചാലും പറ്റിയിട്ടില്ല, വീണ്ടും എഴുതിപ്പോയി. അങ്ങനെ എഴുതി ഞാൻ ഈ പയ്യാവൂർ എത്തിയ ശേഷം ഈ 2024 ശരിക്കും എൻ്റെ ആദ്യ കഥ വാരാദ്യ മാധ്യമത്തിൽ പബ്ലിഷ് ചെയ്തു വരുന്നത്. ആ കഥ എന്തായിരുന്നു? ആ കഥയുടെ പേരും തീമും എന്തായിരുന്നു? അത് കഥയുടെ പേര് നക്ഷത്രങ്ങൾ പൊലിയുമ്പോൾ എന്നായിരുന്നു. യുദ്ധം, ഇപ്പോൾ നമ്മുടെ പല രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയൊരു കഥയായിരുന്നു. അപ്പോൾ ആ കഥ ഞാൻ 2024 അക്ഷിത സ്മാരക മത്സരത്തിന് അയച്ചു. അതിന് 1ാം സമ്മാനം കിട്ടി. അത് മാധ്യമം പബ്ലിഷ് ചെയ്തു. അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് എഴുതുന്നു. പല മാസികകളും മലയാളത്തിലെ നമ്മുടെ DC-ൻ്റെ ഇങ്കിലാണെങ്കിലും, കലാപൂർണ, ഗൃഹശോഭ, അങ്ങനെ ഒരുപാട് മാധ്യമങ്ങളിൽ ഇപ്പോൾ എഴുതാനുള്ള അവസരമുണ്ട്. സന്തോഷമുണ്ട്. മുമ്പേ സാഹിത്യത്തിൽ എഴുത്തിൽ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും 2024 കൂടിയാണ് സുഭാഷ് പറഞ്ഞതുപോലെ പുറത്തേക്ക് അറിയുന്നത്, ഞാനൊരു എഴുത്തുകാരനാണ് എന്നറിയാം. അതും തുടക്കവും നല്ലതാണ്. കാരണം മാധ്യമം പോലെയുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണത്തിൽ കഥ വരുന്നു. അതോടൊപ്പം തന്നെ അക്ഷിതയുടെ പേര്, പ്രമുഖയായ എഴുത്തുകാരി അക്ഷിതയുടെ പേരിലുള്ള പുരസ്കാരവും ലഭിക്കുന്നു. അത് കുറച്ച് ഉത്തരവാദിത്വം കൂട്ടും. അപ്പോൾ അതിനുശേഷം ഈ എഴുത്തിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒരു ഗൗരവത്തോടു കൂടി സമീപിച്ച് കൂടുതൽ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയോ? തീർച്ചയായിട്ടും. പിന്നീടുള്ള എഴുത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒന്ന് എഴുതിയാൽ തന്നെ എത്രയോ നാളെടുത്തുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്തും അതിനെ എത്ര പൂർണ്ണമായിട്ട് എന്നെ കൊണ്ടാവുന്നത് പോലെ മനോഹരമാക്കാൻ പറ്റുമോ എന്ന് നോക്കിയ ശേഷം അയച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിന് എപ്പോഴും തീർച്ചയായും ഒരു കഥയാണെങ്കിൽ പോലും ഒരുപാട് സമയം എടുത്തുകൊണ്ട് ചെയ്ത് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഈ 24 ശേഷം ഈ സമയം വരെ എൻ്റെതൊരു 10 15 16 കഥകളെ ആയിട്ടുള്ളൂ പ്രസിദ്ധീകരിച്ചത്. അതിന് ഇത്രയും സമയം എടുത്ത് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് അത് തോന്നിയ പോലെ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഉത്തരവാദിത്വ ബോധം ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠനമൊക്കെ SSLC വരെ ഉണ്ടായുള്ളൂ. പിന്നീട് ഈ തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ വെൽഡിംഗ് തൊഴിലാളിയാണ്. ഇതിനിടയിൽ ഈ എഴുത്തിനെയും സാഹിത്യത്തെയും എങ്ങനെ കൊണ്ടുപോകും, തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ? അതെ, അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഇത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതിനാൽ ഇതിനെ മാറ്റി നിർത്താൻ പറ്റാറില്ല. പല സമയത്തും പറ്റില്ലെങ്കിൽ പോലും കിട്ടുന്ന സമയങ്ങളിൽ
അതിനെ എഴുതി വെച്ചോ ഒക്കെ ആക്കി കിട്ടുന്ന സമയങ്ങൾ കൊണ്ട് ഒരു 1-2 മാസങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു കഥയാക്കി അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. ഇപ്പോൾ മലയാളത്തിലെ ശ്രദ്ധേയമായ ആനുകാലികങ്ങളാണ് മറുവാക്ക്, അതുപോലെ കലാപൂർണ സാഹിത്യത്തിനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകൾക്കും നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആനുകാലികങ്ങളാണ്. അതിനകത്ത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം അതെന്താണ്? ആരെങ്കിലും നല്ല രീതിയിൽ അങ്ങനെയല്ല എഴുതേണ്ടത് സുഭാഷേ, അതിനകത്തൊരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞവരൊക്കെ ഈ മാധ്യമങ്ങളിലെ എഡിറ്റോറിയൽ ടീമിലെ ആരെങ്കിലും അവരുടെ ഒരു പ്രോത്സാഹനമൊക്കെ ഉണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പല മാസികകളിൽ എഴുതുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അവർ പറഞ്ഞു തരാറുണ്ട്, അതിങ്ങനെ ശ്രദ്ധിക്കാം. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ മലയാളം മിഷൻ്റെ മാസികയിലായിരുന്നു കഥ വന്നത്, നരകച്ചൂട് എന്ന് പറഞ്ഞൊരു കഥ. അപ്പോൾ അതിലയച്ച സമയത്തും അതിൻ്റെ എഡിറ്റർ സന്ധ്യ എന്ന് പറയുന്ന എഡിറ്റർ വളരെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ടാവും എന്നുള്ളത്. അതൊക്കെ വലിയ അനുഭവങ്ങളാണ്, എഴുത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ പാഠപുസ്തകത്തിലേക്ക് കൊണ്ടുവന്ന ആളും ഉണ്ണി അമ്മയമ്പലം എന്ന് പറയുന്ന ഒരു സാറാണ്. അദ്ദേഹം 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് ബാലസാഹിത്യത്തിന്. അപ്പോൾ അദ്ദേഹവും എൻ്റെ എഴുത്ത് അദ്ദേഹം കണ്ടിട്ടാണ് എന്നോടൊരു ഇതുപോലൊരു സംഭവം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതും അതിൻ്റെ ഒരു ഒരു സംഭവം പറഞ്ഞു തന്ന് അങ്ങനെ ഞാൻ എഴുതി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഈ സന്തോഷ് ചിക്കാനത്തിനെ പോലെ മുകുന്ദേട്ടൻ, ഇവരൊക്കെ ഞങ്ങൾ പലപ്പോഴും പോയി കാണുകയും സംസാരിക്കുകയും പരിചയമൊക്കെയുള്ള ആൾക്കാരാണ്. മനസ്സുകൊണ്ട് അവരെയൊക്കെ ഗുരുതുല്യരായി കാണും. തീർച്ചയായിട്ടും ഈ 2024 ശേഷമാണ് മുകുന്ദേട്ടനെ എന്ന് പറയുന്നത് ഇവരൊക്കെ കാണുന്നതും അവരോടൊക്കെ സംസാരിക്കാനും അവരോടൊക്കെ ഇടപെടാനും താമസിക്കാനും ഒക്കെ പറ്റുന്നത്. ഈ സാധാരണ കഥ എഴുതുന്നത് പോലെ എളുപ്പമല്ല കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള കഥ രൂപപ്പെടുത്തൽ സാഹിത്യം. ബാലസാഹിത്യം കേൾക്കുമ്പോൾ നമുക്ക് ബാലസാഹിത്യമല്ലേ എന്ന് തോന്നുമെങ്കിലും കുട്ടികളുടെ മനസ്സറിഞ്ഞ് എഴുതുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കഴിവാണ്. എന്താണ് അങ്ങനെ ഒരു കഥ എഴുതുന്നതോടൊപ്പം തന്നെ ബാലസാഹിത്യത്തിലേക്കും ശ്രദ്ധിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ആ കുട്ടികളുമായിട്ട് നല്ലോണം ഇടപഴകാൻ അറിയുന്ന ആ ഒരു താല്പര്യമുള്ള ആളാണ്. അല്ല, കുട്ടികളുടെ ഇടപെടാൻ താല്പര്യമൊക്കെയാണ്, അതല്ല. പക്ഷെ എന്നാലും ബാലസാഹിത്യം എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ടഫായ ഒരു സംഭവം തന്നെയാണ്. ഞാൻ 8 എഴുതി സീരിയസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് എഴുതിയത്. പക്ഷേ ഞാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ശക്തമായി ശ്രമിച്ചു. കാരണം ഇന്ന പോലെ ഒരു കാര്യത്തിലേക്കുമാണ് CBSE ഒരു പാഠപുസ്തകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ സഹായിച്ചു. അതിൻ്റെ കണ്ടന്റ് എന്തായിരിക്കണം, ഈ പറഞ്ഞ പോലെ സ്നേഹം, സൗഹൃദത്വം, ഇതൊക്കെ ആയിരിക്കണം ഇതിൻ്റെ കണ്ടന്റുകൾ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതുകയാണ്. അതിനും ഒരുപാട് സമയമെടുത്തു. കാരണം 2 വർഷത്തോളമായി, അതിലൊരു 1.5 വർഷത്തോളം ഞാനിതിനെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെയാണ് അതിനവിടെ എത്തിയത്. ബാലസാഹിത്യം സാർ പറഞ്ഞ പോലെ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് ബാലസാഹിത്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ രാവിലെ വെൽഡിംഗ് ഷോപ്പ് തുറക്കാൻ വേണ്ടി പോകുന്നു, അവിടുത്തെ ജോലി തിരക്കുകളിലേക്ക് പോകുന്നു, സഹപ്രവർത്തകർ ആയിട്ടുള്ള ആളുകളുണ്ടാവും, വർക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇതിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളുമായി സാഹിത്യം, കഥ പങ്കുവെക്കാൻ, ചർച്ച ചെയ്യാൻ സൗഹൃദ രൂപത്തിൽ അങ്ങനെ ആളുകളുണ്ടോ? അല്ലെങ്കിൽ ഇത് സുഭാഷ് മാത്രം അറിയുന്നു, കുറച്ച് വായനക്കാരും മാത്രം അറിയുന്നു എന്നുള്ളതാണോ? അല്ല, ഉണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒരു കഥ വന്നാൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അങ്ങനെ ഉണ്ട് ആൾക്കാർ, എല്ലാ തരത്തിലും ഉണ്ട്. ഇനി പറഞ്ഞ പോലെ ഇവിടെ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും എൻ്റെ സൗഹൃദങ്ങൾ കോട്ടയത്തൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഇവിടുന്ന് സൗഹൃദങ്ങൾ, കോഴിക്കോട്, തൃശ്ശൂർ, അങ്ങനെയുണ്ട്. എല്ലാവരും പറയാറുണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കും. ഒരു കഥ വന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എല്ലാവരും പ്രഗത്ഭരായ ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. എല്ലാവരും സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ പൂപ്പറമ്പ് വായനശാലയെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ ഒട്ടേറെ പുസ്തകങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിന്ന് വായിച്ച ഒരു പ്രേരണയായിരിക്കുമോ എഴുതണം എന്ന് തോന്നിയത്? ഈ ഒരുപാട് സാഹിത്യകാരന്മാരുടെ കഥകളും നോവലൊക്കെ വായിച്ചതിൻ്റെ ഒരു പ്രേരണയുടെ ഭാഗമായിട്ട് തോന്നിയതാണോ എഴുതി തുടങ്ങണം എന്ന്? തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഓർമ്മ വെച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ബോധപൂർവമായ ഒരു ശ്രമം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ എഴുതണമെന്ന് എപ്പോഴും തോന്നിയിരുന്നു, അതിൽ തുടങ്ങി. പിന്നെ ആ ഓർമ്മയിലാണ് നിൽക്കുന്നത്, എപ്പോഴും എഴുതണം. അത് അത്രയും ചെറുപ്പത്തിൽ തന്നെയായിരുന്നു. പക്ഷെ അന്ന് അവസരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഒരുപാട് കാലം കാത്തിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പൂപ്പറമ്പിലെ ഒരുപാട് പുസ്തകങ്ങൾ ഞാനും എൻ്റെ 2 കസിൻസ് ബ്രദർ അവരൊക്കെ പോകും, പുസ്തകങ്ങൾ എടുത്തിട്ട് വരും. അങ്ങനെ വായന അവിടുന്ന് ശക്തമായ ഒരു വായന ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അടിസ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായും. ഇപ്പോൾ ഒട്ടേറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനുകാലികങ്ങളിൽ
കഥ പ്രസിദ്ധീകരിച്ചു വന്നു. സ്വാഭാവികമായും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് പിന്നീട് വരുന്നൊരു ആഗ്രഹം എന്ന് പറയുന്നത് പുസ്തകം രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, ഇത് തീർച്ചയായും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ പ്രഗത്ഭമായ പല ആൾക്കാരോടും പറഞ്ഞിട്ട് അവർ തീർച്ചയായിട്ടും ഇത് കഥകളുമായിട്ട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്ര പ്രശസ്തമല്ലാത്ത പല പബ്ലിക്കേഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സൗജന്യമായി തന്നെ ചെയ്യാം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അല്ല, എനിക്കിതിൽ മുന്നേ ചെയ്യായിരുന്നു. കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടത്ത് ചെയ്യണമെന്നൊരു ആഗ്രഹം, അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അത് എൻ്റെ ഒരു സ്വാർത്ഥമായ താല്പര്യമാണെന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം കൂടി, ഈ എഴുത്തുകാർ പലപ്പോഴും ചുറ്റുപാടും നിരീക്ഷിച്ചും സമൂഹത്തെ നിരീക്ഷിച്ചുമാണല്ലോ കഥയുടെ ഒരു മർമ്മം കണ്ടെത്തുന്നതും അതിനെ ഒരു കഥയായി രൂപപ്പെടുത്തുന്നു. കഥയോ മറ്റേത് സാഹിത്യ രൂപമോ ആകട്ടെ. സുഭാഷ് ചുറ്റും കാണുന്ന കഥാപാത്രങ്ങൾ, ജീവിതങ്ങളാണോ കഥയിലുള്ളത്? ഞാൻ അങ്ങനെ ഒരു വിശദമായൊരു വായനയ്ക്ക് വിധേയമാക്കാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യം തുടക്ക സമയത്തൊരു ഫിക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉള്ളത് തീർച്ചയായും എന്നാലും പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും ആദ്യത്തെ കഥ നക്ഷത്രങ്ങൾ പൊലിയുമ്പോൾ എന്ന് പറഞ്ഞ കഥ കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്ന കണ്ട ഒരു വാർത്തയിൽ നിന്നുമാണ് ഞാൻ ആ കഥയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും അതിനുള്ള റിസൾട്ട് കിട്ടി. പിന്നീട് ഇപ്പോൾ അവസാനം എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും മലയാളം മിഷൻ്റെ മാസികയിൽ അത് തീർച്ചയായിട്ടും എൻ്റെ റിലേഷനിലുള്ള ഒരാളുടെ ജീവിത കഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അങ്ങനെ അത് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതെ. ഈ എഴുത്തിൽ കുടുംബത്തിന്റെ പിന്തുണ എന്താണ്, എങ്ങനെയാണ്? തീർച്ചയായിട്ടും നല്ല ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ടാണ് പിന്നെ പറ്റുന്നത്. കാരണം എൻ്റെ ഭാര്യ ചിഞ്ചു, വീട്ടുകാരെല്ലാവരും ശക്തമായ ഒരു പിന്തുണ എനിക്കുണ്ട്. അത് ഭാര്യക്ക് ഈ ഇങ്ങനെയുള്ള എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? സാഹിത്യവുമായി ബന്ധപ്പെട്ടോ വായനയുമായി ബന്ധപ്പെട്ടോ? വലിയ കാര്യമായിട്ടില്ല. അത് അത്യാവശ്യം വായിക്കും. ഞാൻ കൊടുക്കുന്നത് വായിക്കും. പുസ്തകം എൻ്റെ കഥകളൊക്കെ വരും വായിക്കും. അത്യാവശ്യം വായിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ശക്തമായ വായനക്കാരിയൊന്നുമല്ല. ഈ വെൽഡിംഗ് തൊഴിലാളിയായ എഴുത്തുകാരൻ എന്നാണ് അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? എഴുത്തുകാരനായ വെൽഡിംഗ് തൊഴിലാളിയാണോ? ഇതല്ല, ആരാകണമെന്നാണ് സുഭാഷ്? ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് ആഗ്രഹത്തിന് പരിധികളില്ല, പ്രായവും പരിധിയല്ല. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം? എന്താണ് ഒരു മനസ്സിലുള്ള? അതിന് മറ്റൊരു എന്തെങ്കിലും ഘടകം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും എനിക്കൊരു എഴുത്തുകാരനായി അറിയപ്പെടണം എന്ന അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു 15, 14, 13 വയസ്സ് തൊട്ട് ഈ സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് 2024 വരെ കാത്തിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഏറ്റവും വലിയ ആഗ്രഹം എഴുത്തുകാരൻ എന്ന് തന്നെയാണ്. ഒരു കഥ അച്ചടിച്ച് വന്ന് ആ മാസിക കയ്യിൽ കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം എന്താ? അത് വലിയ സന്തോഷം. ഏറ്റവും ആഗ്രഹിച്ച് കാത്തിരുന്നത് അതായിരുന്നില്ലേ. അപ്പോൾ അതിൽ വലിയ സന്തോഷം. അതിപ്പോഴും കാണുമ്പോൾ ആ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെ ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും ആ ആദ്യം അച്ചടിച്ച് കണ്ട അതേ സന്തോഷത്തോടെയാണ് ഇപ്പോഴും ആ ഒരു കാഴ്ച. ഇതാണ് സുഭാഷിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. അതായത് 13 വയസ്സ് തൊട്ട് സാഹിത്യത്തോട്, എഴുത്തിനോട് താല്പര്യമുണ്ട്. വായന നിരന്തരമായി ഉണ്ടായിരുന്നു. പൂപ്പറമ്പ് വായനശാല കേന്ദ്രീകരിച്ച് അവിടെയുള്ള പുസ്തകങ്ങൾ വായിച്ചു. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം എഴുതാനുള്ളൊരു പ്രേരണയും ഉണ്ടായത് എന്ന് സുഭാഷ് പറയുന്നു. ചുറ്റുമുള്ള ജീവിതങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങുന്നു. അങ്ങനെയാണ് 2024 പുസ്തകങ്ങളിൽ ആനുകാലികത്തിൽ കഥ അച്ചടിച്ചു വരുന്നു. അത് വലിയ സന്തോഷമായി. മാധ്യമം ഉൾപ്പെടെയുള്ള കേരളത്തിലെ എണ്ണപ്പെട്ട മാസികകളിൽ കലാപൂർണ, മറുവാക്ക് ഉൾപ്പെടെയുള്ള, പ്രത്യേകിച്ചും ഈ മാസികകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം, പൊതു സമൂഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന മാസികകൾ കൂടിയാണ്. അതിനകത്ത് വലിയ പ്രഗത്ഭരായ എഴുത്തുകാരുടെ നിരയിൽ സുഭാഷ് പയ്യാവൂർ എന്ന പേരും അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഏതായാലും വെൽഡിംഗ് തൊഴിൽ സുഭാഷിൻ്റെ ഉപജീവനമാണ്. എഴുത്ത് സുഭാഷിൻ്റെ ആഗ്രഹമാണ്. അതിനോടുള്ളൊരു അടങ്ങാത്ത അഭിനിവേശമാണ്. അതുകൊണ്ട് എഴുത്തിലും സുഭാഷിൻ്റെ ജീവിതത്തിലും തൊഴിലിലും എല്ലാവിധ ആശംസകളും നമുക്ക് ചേരാം. വളരെ സന്തോഷം നമ്മളുമായിട്ട് സഹകരിച്ചു. നമസ്കാരം. നന്ദി.